സംസാരിക്കുക. പക്ഷെ ഞാനിവിടെ സാറിനെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ സാറിൻ്റെ ബാക്കിൽ ഒരു സുന്ദരി പെണ്ണ് വന്ന് നിൽക്കണ കാണുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും ഇരുന്നു. പക്ഷെ ഞാനിങ്ങനെ അന്താളിച്ച് നിൽക്കി പെണ്ണിനെ കണ്ടോടുകൂടിയിട്ട് ഇങ്ങനെ വായം പൊളിച്ചിങ്ങനെ നോക്കി നിൽക്കാം. ഇതാരാ എന്നുള്ള മട്ടിങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ കല്യാണം തിരക്കിലായതുകൊണ്ടാണ് ലീവ് 2 ആഴ്ച എടുത്ത്, ഇനി ഞാൻ റെഗുലർ ഉണ്ടാവും, എല്ലാവരും നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എണീറ്റ് നിന്നിട്ട് ചങ്കത്തടിക്കണില്ല എന്നേ ഉള്ളൂ. ബാക്കി എൻ്റെ എക്സ്പ്രഷൻ അതാ, കരഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ആരെയും കാണുകയും ചെയ്യരുത്, ഇത് കണ്ടാൽ ഞാൻ എന്ത് പറയും, അല്ലെങ്കിൽ ആ വന്ന ആൾ എന്ത് വിചാരിക്കും എന്നെക്കുറിച്ച്, ഇതിങ്ങനെ. അപ്പോൾ അതോടുകൂടിയിട്ട് ഞാനിങ്ങനെ വേഗം ഇങ്ങനെ ബെഞ്ചിലിങ്ങനെ തലവെച്ച് കിടക്കാം, ഡെസ്കിൽ തലവെച്ച് ഇങ്ങനെ കിടക്കാം. അപ്പോൾ സാറ് അങ്ങോട്ട് പോണ വഴിക്ക് പുറത്തിട്ട് അടിച്ചിട്ട് വീരപ്പൻ്റെ ആളെ എന്താ വിശേഷം, വീരപ്പനൊക്കെ സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് സാറിൻ്റെ ഫേസിൽ നോക്കണില്ല. ആസ് യൂഷ്വൽ ഇങ്ങനെ മിഠായികളൊക്കെ തന്നെ സാറ് ഇറങ്ങിപ്പോയി. പക്ഷെ എനിക്ക് ആ നിന്ന നിപ്പ്, അതായത് എല്ലാവരും ഇരിക്കുക, ഞാൻ